നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മറുനാടൻ ഷാജനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തു. സംഘം ചേർന്ന് ആക്രമിക്കൽ വകുപ്പ് ചുമത്തിയാണ് കേസ്. തൊടുപുഴയിൽ വെച്ചാണ് ഷാജൻ സ്കറിയയുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. പരിക്കേറ്റ ഷാജൻ സ്കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ. PMAY പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ക്യാൻസർ രോഗിയും വിധവയുമായ വീട്ടമ്മ സമരത്തിൽ. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചു. കോവിൽമല പുതുപ്പറമ്പിൽ KB ഓമനയാണ് സമരം തുടങ്ങിയത്. പുലിക്കളി മാവേലി ഓണക്കോടി കളറായി ദൃശ്യ ഓണാഘോഷം. ദൃശ്യ കുടുംബത്തിന്റെ ഓണാഘോഷ പരിപാടി ദൃശ്യ ഓണക്കാഴ്ച 2025 പാല ദൃശ്യ ടവറിൽ നടന്നു. വാർത്തകൾ വിശദമായി. മറുനാടൻ ഷാജനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തു. സംഘം ചേർന്ന് ആക്രമിക്കൽ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. തൊടുപുഴയിൽ വെച്ചാണ് ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത്. വാഹനത്തെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ വിവാഹ ചടങ്ങിന് എത്തിയതായിരുന്നു ഷാജൻ. പരിക്കേറ്റ ഷാജനെ പോലീസ് വഴിയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. PMAY പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ക്യാൻസർ രോഗിയും വിധവയുമായ വീട്ടമ്മ ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം തുടങ്ങി. കോവിൽമല പുതുപ്പറമ്പിൽ KB ഓമനയാണ് സമരം നടത്തുന്നത്. കാഞ്ചിയാർ കോവിൽമല തേക്ക് പ്ലാന്റേഷന് സമീപത്താണ് പതിറ്റാണ്ടുകളായി ഓമനയും കുടുംബവും താമസിക്കുന്നത്. കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കാനായി അപേക്ഷ നൽകുകയും PMAY പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്തു. എന്നാൽ വനംവകുപ്പിൻ്റെ എതിർപ്പ് മൂലം വീടിന് പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് ഓമന ആരോപിക്കുന്നു. പെർമിറ്റിനായി പലതവണ പഞ്ചായത്തിലെത്തിയിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് നിവേദനം നൽകി. എന്നിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. വിധവയും ക്യാൻസർ രോഗിയുമാണ്. ഞാൻ പെരക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചിട്ട് PMAYയുടെ വീട് അനുവദിച്ചിട്ട് എനിക്ക് ഇതേവരെ വീട് ലഭിച്ചില്ല. ഞങ്ങൾ 22 കുടുംബക്കാരുണ്ട് വീട് അനുവദിക്കാതെ. അവിടെ വീട് അനുവദിച്ചിട്ട് തറ കെട്ടുകയും തറ കെട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ 18 വീടും ഞങ്ങളുടെ ഈ പ്രാവശ്യം അനുവദിച്ച PMAYയുടെ 2 വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് 3 പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം, 2 ദിവസം മുമ്പ് 2 ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരവും ഇതേവരെ നടത്തി തന്നില്ല. ലാസ്റ്റ് പറഞ്ഞു അദാലത്തിന് പോയി, അദാലത്തിന് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ അദാലത്തിന് കൊണ്ട് വെച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല. അതിന് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്നിട്ടും ഒരു വിവരമില്ല. കളക്ട്രേറ്റിൽ പോയി, കളക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടും താലൂക്കിൽ പോയിട്ട് ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായില്ല. ഇതെല്ലാം ഞങ്ങളുടെ വണ്ടിക്കൂലി വെറുതെ പോവുക, സമയം പോവുക. എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല. ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. മരിച്ചു വീണാലും ഇവിടുന്ന് എഴുന്നേക്കില്ല. ട്രൈബൽ സെറ്റിൽമെൻറ്റ് മേഖലയിൽ കോവിൽമലയിൽ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനും മറ്റും വനംവകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. ഇത് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കാഞ്ചിയാർ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് ഓമനയുടെ തീരുമാനം. ദൃശ്യ ന്യൂസ് ഇടുക്കി. ദൃശ്യ കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടി ദൃശ്യ ഓണക്കാഴ്ച 2025 പാല ദൃശ്യ ടവറിൽ നടന്നു. ദൃശ്യ ജീവനക്കാരും ഡയറക്ടർമാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. മാവേലി തമ്പുരാനോടൊപ്പം പുലികളും ഇറങ്ങിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ആഘോഷ പരിപാടികൾ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കേരള
കേരള വിഷൻ ചെയർമാൻ PACB അധ്യക്ഷത വഹിച്ചു. നാളുകളിൽ വരാൻ പോകുന്ന ഓണം പോലും നമ്മളുടെ എല്ലാം ജോലി ഒരു ഡോക്ടർ ആയി പ്രവർത്തിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മളുടെ എല്ലാ തലങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഒരു ഡോക്ടറെ പോലെ പറഞ്ഞു തരുന്ന ChatGPT ഉണ്ട്. പുതിയ സാധനം ഇന്ന് പ്രധാനമന്ത്രി പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിലും വലുത് ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് തുറന്നു കിട്ടാൻ പോകുന്ന സാധ്യതയിലേക്ക് വരികയാണ്. അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലുള്ളത് വാമനനെ നല്ലയാളായി കാണുന്ന ആൾക്കാരും മഹാബലിയെ വേറൊരു രീതി കാണുന്ന ആൾക്കാരുമെല്ലാം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ട്. ഇതെല്ലാം നല്ല ഭാവനയുള്ള ആൾക്കാർക്ക് എഴുതി വെക്കാൻ പണ്ടേ കഴിഞ്ഞ കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മളുടെ സമൂഹം ഇന്ന് ലോകത്താകെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നല്ല ഭാവനയുള്ളവർ എഴുതി വെച്ച കാര്യങ്ങളുടെ മുൻനിർത്തി മാത്രമാണ്. അത് നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. രാമായണം എന്താ എഴുതി വെച്ചത്? കഥയല്ലേ. അതിലെ കഥാപാത്രങ്ങളെ ചൊല്ലിയാണ് ഇന്ന് രാജ്യത്താകെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു കഥയിലൂടെ പ്രശ്നങ്ങളുണ്ടാകുന്ന രാജ്യമായി ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ ഈ ഓണം ആഘോഷിക്കുമ്പോഴും നമ്മളുടെ ലോകത്ത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി യുദ്ധങ്ങൾ അനുഭവിച്ച് പട്ടിണിയിൽ കിടക്കുന്ന കുട്ടികളടക്കം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്ന കാലം. അങ്ങനെ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് സത്യത്തിൽ മലയാളികളുടെ ഓണം. KCCDL ഡയറക്ടർ മുഹമ്മദ് നവാസ്, ദൃശ്യ MD ജോജി K ജേക്കബ്, COA കോട്ടയം ജില്ലാ സെക്രട്ടറി B റെജി, പ്രസിഡന്റ് OV വർഗീസ്, സിഡ്കോ ഡയറക്ടർ ബിനു കല്ലേപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓണം എന്നുള്ള സങ്കല്പം ഇവിടെ പറഞ്ഞു. പഴയകാല ഓർമ്മകളും പഴയകാലത്തെ കാർഷിക വിളകളും അതുപോലെ തന്നെ സാഹോദര്യം എല്ലാ ആളുകളെയും ഒത്തു കാണുന്നതും ഒക്കെ ഒരു കാലഘട്ടം നമുക്കുണ്ട്. അപ്പം നിലവിൽ ഓണം എന്ന് ആഘോഷിക്കുന്ന കാലത്ത് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ നാളുകളായിരുന്നു. നമുക്കും അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇപ്പം നല്ല വൈബിലൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഇതിനേക്കാളും വലിയൊരു ഹാള് നമുക്ക് മുകളിൽ പടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാറ്റങ്ങൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. പുതിയ കാലഘട്ടത്തിലേക്കും ഒക്കെ പോകണം. പക്ഷെ ഇപ്പോഴും പഴയ കാലത്ത് നമ്മൾ പറയുമ്പോൾ പഞ്ഞം പിടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കടന്നു വരുന്ന ഓണത്തിനെ വലിയ രീതിയിൽ വരവേറ്റുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് കഴിഞ്ഞു പോരുന്നത്. കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് കുടുംബങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഇന്ന് എല്ലാവരും അവനോനിസം മാത്രമാണ്. ആർക്കാണ് എന്താണ് നേട്ടം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരിലേക്കുള്ള തിരിഞ്ഞു നോട്ടമോ ഒരു കാര്യങ്ങളും ഇല്ല. ആ രീതിയൊക്കെ നമുക്കൊന്ന് മാറണം. കാരണം ബന്ധങ്ങൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ പറ്റുള്ളൂ. പഴയ കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അന്ന് അതായത് മഹാബലി ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് കള്ളം ആരും പറയത്തില്ലായിരുന്നു, കള്ളത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ അത്രയും നല്ല ഒരു മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ അതിനെ എന്തിനായി മലയാളികൾ ആഘോഷിക്കുന്നത്? ഒരാളെ ഭൂമിയിലേക്ക്, അത്രയും നല്ലൊരു രാജാവിനെ വാമനൻ വന്ന് ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? സത്യത്തിൽ അത് സങ്കടത്തിന്റെ ഒരു കാര്യമില്ല. അത് ആഘോഷിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ലല്ലോ. പക്ഷേ ആ ആഘോഷിക്കുന്നത് അതിനകത്തൊരു പ്രത്യാശയുണ്ടായിരുന്നു. അതായത് വർഷത്തിലൊരിക്കൽ തങ്ങളുടെ പ്രജകളെ കാണാനായിട്ട് വരാം എന്നുള്ളൊരു വരം കൊടുത്തിട്ടുണ്ട്. ആ വരത്തിന്റെ പേരിലാണ് അത് ആഘോഷിക്കപ്പെടുന്നത്. അല്ലാതെ മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതിന്റെ ആ ഒരു കൺസെപ്റ്റിലല്ല അത് ആഘോഷിക്കുന്നത്. പക്ഷെ അത് ChatGPTക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളി അത് പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും പല പല ദുഃഖങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഓണം നിങ്ങൾക്ക് നല്ലതായിട്ട് ആഘോഷിക്കാനും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് നല്ല ഒന്നതരമായിട്ട് ഈ ഓണം ആഘോഷിക്കാനായിട്ട് നിങ്ങളെ ആദ്യമേ ആശംസിക്കുന്നു. എല്ലാവരും നാട്ടിലൊന്നും പലരും വെളിയിലാണ്. പാവസാഹചര്യത്തിൽ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒത്തിരി മുഖങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാഫുകളായിട്ട് പോകുന്നത്.
എന്തുകൊണ്ട് അങ്ങനെ അവരെ പരിചയപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ സ്വയം വിമർശനപരം ഞാൻ എടുക്കുകയാണ്. പലരെയും എനിക്ക് അറിയില്ല, പല പേര് നേരത്തെ കണ്ട കമ്മിറ്റി എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പുതിയ ഒത്തിരി മുഖങ്ങൾ വന്നിട്ടുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടേണ്ടതാണ്. ആ സമയത്ത് പരിചയപ്പെടേണ്ടതായിരുന്നു, എന്താണ് പറ്റിയെന്നുള്ള അറിയില്ല. ടെക്നിക്കലിലൊക്കെ പുതിയ സ്റ്റാഫുകൾ ഈ അടുത്ത കാലത്ത് പലരും വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഒന്നും നമുക്കൊരു മീറ്റിംഗ് കൂടാനൊക്കെ പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ ഒത്തിരിയായിട്ടുള്ള ഉത്സവമാണ് നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെയും മറ്റുള്ള ആൾക്കാരുടെയും ഓണത്തിൽ അവരുടെ വീടുകളിലൊന്നും ഇല്ല എങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സോടുകൂടി ഒരു ഇമോഷണലോടുകൂടി അവർക്കും നമുക്ക് ഒരുപോലെയുള്ള ഓണമാണ് ആഘോഷിക്കേണ്ടത്. അവരുടെ വീട്ടിൽ നമ്മുടെ പോലെ തന്നെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അവരെ സഹായിക്കണം. അങ്ങനെയുള്ള ബാധ്യതകളുള്ള ഇമോഷൻസ് ഉള്ള മനുഷ്യനായിരിക്കണം ഓണം ആഘോഷിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഓണത്തിന് അർത്ഥവത്താകുകയുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഏഴ് കാര്യം വീണ്ടും വന്നോളൂ. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസകൾ നിർത്തുന്നു. വിഷയങ്ങളിലും ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് പഴയ ആ കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഒരു വൈബ് നമുക്കിപ്പോൾ കിട്ടുന്നില്ലെന്നൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ലോകത്ത് എവിടെ മലയാളി ഉണ്ടെങ്കിലും ഈ ഓണ സമയത്ത് നാട്ടിലേക്ക് ഓടിയെത്തുകയും ഇല്ലെങ്കിൽ പ്രവാസി മലയാളികൾ അവിടെ ഇപ്പോൾ കേരളത്തെക്കാളും കൂടുതൽ വലിയ ഓണ ആഘോഷം നടക്കുന്നത് വിദേശത്താണ്. നമുക്കറിയാമല്ലോ, വീഡിയോസിലും നമുക്ക് ഇതെല്ലാം നമ്മൾ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആഘോഷം നടത്തുന്നത് പുറത്താണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കമ്പനിയിലെ ഓണം എന്ന് പറയുന്നത് നമുക്ക് എന്നും ഓണമാണ് ഇപ്പം, അല്ലേ? നമ്മളെന്നും ഈ കൂട്ടായ്മയോടെ ഒരുമയോടെ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മളെന്നും മുന്നോട്ട് പോകുന്നത്. തിരുവാതിരകളി, സംഘഗാനം, ഓണപ്പാട്ടുകൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. കൺമണി പോയി കണ്ണാടി പോയി കളിപ്പോയി മുത്തുവിനാലെ പൂത്തുണി കാട്ടേ പുഞ്ചിരി കാട്ടേ മാറും പൂമാട്ടേ കൂത്താട്ടേ ചക്കരമാവി ചാനിൽ കാട്ടേ കിളിപ്പൂമകളെ നീ അറിയും പൂങ്കടലാണ് ഇനക്കൊമ്പിളിലായി പെയ്തുതരും തേക്കുളമാണ് അലിവോടെ തോന്നും സാഗരമാണ്. കസേരകളി, പുരുഷന്മാരുടെ സാരിയുടുക്കൽ, മിഠായി പെറുക്ക്, വടംവലി തുടങ്ങിയ മത്സരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ദൃശ്യ ജീവനക്കാരും കമ്പനി ഡയറക്ടർമാരും സിഒഎ കമ്മിറ്റി അംഗങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഓണക്കോടിയും വിതരണം ചെയ്തു.
ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ പൂക്കൃഷിക്കും സമയം കണ്ടെത്തി ചങ്ങനാശ്ശേരിയിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസും. കഴിഞ്ഞ വർഷം പച്ചക്കറി കൃഷി ചെയ്ത സ്ഥലത്താണ് ഇക്കുറി പൂന്തോട്ടം ഒരുക്കിയത്. കൃഷിഭവന്റെ സഹകരണത്തോടെയായിരുന്നു ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ വളപ്പിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസും ചേർന്ന് പൂന്തോട്ടമൊരുക്കിയത്. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കളും വെള്ള വാടാമല്ലിയുമാണ് ഇവിടെ പൂത്തുലഞ്ഞത്. സാമൂഹ്യ വിരുദ്ധർ മാലിന്യം വലിച്ചെറിഞ്ഞ് മാലിന്യക്കൂമ്പാരമായിരുന്ന സ്ഥലമാണിത്. കഴിഞ്ഞ വർഷം ഇവിടെ പച്ചക്കറി കൃഷി ചെയ്ത് 100 വേനി വിളവെടുത്തിരുന്നു. ഈ വർഷം പൂക്കൃഷി തെരഞ്ഞെടുക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ പൂക്കളം ഇടാറുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കണക്ക് അമിതമായ പണം കൊടുക്കേണ്ടി വരുന്നു. ഇപ്പം നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്നലെ അതിൻ്റെ വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു. പൊതു മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ 50-60 രൂപ കിലോയ്ക്ക് വില കുറച്ച് എടുത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PA നിസാർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ, കൃഷി ഓഫീസർ P ബിജു എന്നിവർ പ്രസംഗിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർമാർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിളവെടുപ്പ് കഴിഞ്ഞതോടെ അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളുടെ വിൽപ്പന ആരംഭിച്ചു. പൂക്കൾ ആവശ്യമുള്ളവർ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CBSE സ്കൂളിലെ ഓണാഘോഷം ആവേശഭരിതമാക്കി കുട്ടികൾ. ഓണക്കളികളും പാട്ടും നൃത്തവുമൊക്കെയായി അവർ ഒരു പകൽ നിറഞ്ഞാടി. സ്കൂൾ മൈതാനത്ത് കുട്ടികളും അധ്യാപകരും അണിനിരുന്ന മെഗാ തിരുവാതിരയോടെയാണ് നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CBSE സ്കൂളിൽ ഓണാഘോഷം ആരംഭിച്ചത്. തുടർന്ന് കൈകൊട്ടിക്കളിയും പുലികളിയുമായി.
വഞ്ചിപ്പാട്ടും നാടൻപാട്ടും അരങ്ങിലെത്തി. കുട്ടികൾ ഓണാഘോഷം ആവേശഭരിതമാക്കി. കർണാടക സംഗീതജ്ഞൻ പനച്ചിക്കാട് ഷിബു കെ രാജ് ഓണസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ടിൻഡു മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജെനി ഇരുപതിൽ, അലൻ കുരുവിള എന്നിവർ പ്രസംഗിച്ചു. അർച്ചന ജി നായർ, സിന്ധു മാത്യു, CJ അനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ആവേശത്തിന്റെ ആർപ്പുവിളിയോടെ പുതുപ്പള്ളി മച്ചുകാട് CMS LP സ്കൂളിൽ ഓണം ആഘോഷിച്ചു. വർണ്ണവിസ്മയങ്ങൾ തീർത്ത തനത് കലാരൂപമായ പുലിക്കളി ഒരുക്കി വിദ്യാലയം നാട്ടിൽ ഓണവരവറിയിച്ചു. ഓണം വേറിട്ട അനുഭവമാക്കിയപ്പോൾ ആർപ്പോ ഇറോ എന്ന് ആർപ്പുവിളി ഉണർത്തിക്കൊണ്ട് ഓണാഘോഷം കളറാക്കി മച്ചുകാട് CMS LP സ്കൂൾ. വർണ്ണവിസ്മയങ്ങൾ തീർത്ത തനതു കലാരൂപമായ പുലികളി ഒരുക്കി വിദ്യാലയം നാട്ടിൽ ഓണവരവറിയിച്ചു. വിദ്യാലയ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ തീർത്ത അത്തപ്പൂക്കളം വ്യത്യസ്ത കാഴ്ചയായി. ആർപ്പോ ഇറോ എന്ന ഓണാഘോഷ സംഗമത്തിലേക്ക് സ്കൂൾ പ്രഥമാധ്യാപകൻ ബെന്നി മാത്യു ഏവർക്കും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ അനൂപ് ജോർജ് ജോസഫ് ഓണ സന്ദേശം നൽകി. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ്മ മാണി ആശംസകൾ അറിയിച്ചു. രക്ഷിതാക്കൾ ഒന്നായി ചേർന്ന് നിന്ന് വിദ്യാലയ അങ്കണത്തിൽ തിരുവാതിര അവതരിപ്പിച്ചു.
വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ഓണപ്പാട്ട്, കസേരകളി, നാരങ്ങ സ്പൂൺ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ബോൾ പാസ്, ആനയ്ക്ക് വാൽവര, നാടൻപാട്ട് തുടങ്ങിയ ഓണക്കളികളും കലാപരിപാടികളും ഒരുക്കിയിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് സ്കൂൾ PTA നേതൃത്വം നൽകി. അധ്യാപകരായ ബിബിൻ MJ, സിനു സൂസൻ ജേക്കബ്, വിൻസി പീറ്റർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മറവന്തുരുത്ത് എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഓണത്തെ കളറാക്കാൻ ചെണ്ടുമല്ലിയെ ചങ്കിലേറ്റി പൊന്നു വിളയിച്ച 2 സർക്കാർ ജീവനക്കാർ. ദൃശ്യ ന്യൂസ് സ്പെഷ്യൽ. മറവന്തുരുത്ത് പഞ്ചായത്തിലെ ക്ലർക്ക് പാലാങ്കടവ് പാറയ്ക്കൽ മറ്റത്തിൽ KK മനോജും പഞ്ചായത്ത് വാഹന ഡ്രൈവറായ മറവന്തുരുത്ത് പുത്തൻപറമ്പിൽ J സാമുവലുമാണ് ബന്ദിപ്പൂ കൃഷിയും മഞ്ചേരിക്കുള്ളൻ ഏത്തവാഴ കൃഷിയും ചീരയും ഇഞ്ചിയും നെൽകൃഷിയും വിജയകരമായി നടത്തി നാടിനാകെ അത്ഭുതമായി മാറിയിരിക്കുന്നത്. രാവിലെ 6 മുതൽ 8 മണിവരെയും ഓഫീസ് ജോലി കഴിഞ്ഞ് വൈകുന്നേരവുമാണ് ഇവർ കൃഷിയിൽ വ്യാപൃതരാകുന്നത്. കൃഷിയോടുള്ള താൽപ്പര്യത്തെ തുടർന്ന് ഇരുവരുടെയും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും സുമനസ്സുകളും ഇവർക്ക് വേണ്ട പിൻബലവും പ്രോത്സാഹനവും നൽകുന്നുണ്ട്. മണീശ്ശേരി ക്ഷേത്രത്തിന് സമീപം 20 സെൻറ് സ്ഥലത്ത് ഇവർ നട്ട 1200 മഞ്ഞ ചുവപ്പ് ബന്ദിച്ചെടികൾ പൂവിട്ട് വിൽപ്പനയ്ക്ക് പാകമായി. ഓണപ്പൂക്കളം തീർക്കാനും അലങ്കാരങ്ങൾക്കുമായി സെൽഫി എടുക്കുവാനും പൂക്കൾ ആവശ്യപ്പെട്ട് നിരവധി പേരാണ് പൂന്തോട്ടത്തിൽ എത്തുന്നത്. കഴിഞ്ഞ തവണ 4000 ബന്ദിത്തൈകൾ നട്ട് കൃഷി വൻ വിജയമായിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തെ തുടർന്ന് ആഘോഷങ്ങൾ ഇല്ലാതായതോടെ പൂക്കൾ വിറ്റഴിക്കാനാകാതെ വലിയ നഷ്ടം നേരിടേണ്ടി വന്നു എന്ന് ഇരുവരും ദൃശ്യ ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പേര് മനോജ്. ഞാൻ മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരനാണ്. എൻ്റെ സുഹൃത്ത് ഞങ്ങളുടെ ഓഫീസിലെ ഡ്രൈവറായ സാമുലുമായി ചേർന്ന് ഈ വർഷവും പൂക്കൃഷി നടത്തുന്നുണ്ട്. 1200ഓളം ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഏകദേശം എല്ലാ ചെടികളും തന്നെ നല്ല രീതിയിൽ പൂവായി തുടങ്ങി. ഓണവിപണി പ്രതീക്ഷിച്ചുള്ള ഞങ്ങളുടെ ഈ കൃഷി 2ാമത്തെ വർഷത്തിലാണ്. കഴിഞ്ഞ വർഷം കാലാവസ്ഥയും സർക്കാരിന് ആഘോഷങ്ങൾ വയനാട് ദുരന്തത്തെ തുടർന്ന് വേണ്ട എന്ന് വെച്ചതിനെ തുടർന്ന് ആഘോഷങ്ങളൊക്കെ പരിമിതമായിരുന്നു. അതുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ടും പിന്നെ പൂ വളരെ കുറച്ച് നേരത്തെ തന്നെ ആയതുകൊണ്ടും വളരെ ഒരു സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഞങ്ങളത് മുൻകൂട്ടി കണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡായി. കഴിഞ്ഞ വർഷം ഇതുപോലെ കൃഷി ഉണ്ടായിരുന്നു. അന്ന് വലിയ ലാർജ് സ്കെയിലിൽ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് സാമ്പത്തികമായി കുറേ നഷ്ടം വന്നു. പ്രളയമൊക്കെ വന്നപ്പോഴത്തേനും ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ എന്നാൽ ചെയ്തു. ഞങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ പുരയിടം ഒരുക്കിയാണ് വെണ്ട, വഴുതന, വെള്ളരി, തണ്ണിമത്തൻ, വിവിധ ഇനം പയറുകൾ തുടങ്ങിയവ കൃഷി ചെയ്തത്. കുടുംബശ്രീ വനിതകളുടെ സഹായത്തോടെ മിതമായ നിരക്കിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി തന്നെ വിറ്റഴിച്ചതിനാൽ പൂക്കൃഷിയിലെ നഷ്ടം നികത്താനായി. സമീപത്ത് 32 സെൻറ് സ്ഥലത്ത് നട്ട 250 മഞ്ചേരിക്കുള്ള നേത്തവാഴകളിൽ ഭൂരിഭാഗത്തിലും ഇപ്പോൾ കുലകളായി. 14 കിലോ വരെ തൂക്കം വരുന്ന കുലകൾ ലഭിക്കുമെന്ന് ഇരുവരും പറയുന്നു. മനോജിന് മുണ്ടാർ പോത്തൻമാലിയിൽ 5 ഏക്കർ നെൽകൃഷിയുമുണ്ട്. മനസ്സിന് വലിയ സംതൃപ്തിയും ശരീരത്തിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാൻ കൃഷിയിലൂടെ സാധിക്കുന്നതിനാൽ കൃഷിയിൽ തങ്ങൾ ലഹരി കണ്ടെത്തുകയാണെന്ന് ഇരുവരും പറയുന്നു. ദൃശ്യ ന്യൂസ്, വൈക്കം. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.